അസ്സലാമു അലൈക്കും. മനുഷ്യൻ തന്റെ ആയുസ് മുഴുവൻ ഓരോ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് അത് പണമാണ്, ചിലർക്ക് പ്രശസ്തിയാണ്. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർക്ക് ജീവിതം എന്നത് ഒരു വലിയ തീർത്ഥാടനമാണ്. മനസാക്ഷിയുടെ കോടതിയിൽ തെറ്റുകാരനാകാതെ പടച്ചവന്റെ സന്നിധിയിലെത്താൻ കൊതിക്കുന്ന നിർമ്മലരായ മനുഷ്യർ. അത്തരത്തിൽ ഒരു മനുഷ്യന്റെ മലബാറിന്റെ മണ്ണിൽ ജീവിച്ച അബു എന്ന വൃദ്ധന്റെയും അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ആയിഷുമ്മയുടെയും കഥയാണ് നമ്മളിന്ന് പറയുന്നത്. ആദമിന്റെ മകൻ അബു. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് ആ പഴയ സൈക്കിളിലെ അത്തറിന്റെ സുഗന്ധമാണ്. വർഷങ്ങളോളം സ്വരുക്കൂട്ടിവെച്ച നാണയത്തുട്ടുകളേക്കാൾ ശുദ്ധമായ ഒരു മനസ്സ് എങ്ങനെ ഒരാൾക്കുണ്ടാകുന്നു എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കും. പലപ്പോഴും നമ്മൾ യാത്രകൾ പോകാറുണ്ട്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനേക്കാൾ ആ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന വഴിയുടെ വിശുദ്ധിയാണ് പ്രധാനം എന്ന് അബു ലോകത്തിന് കാണിച്ചു തന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള വിശുദ്ധ ഭൂമിയിലേക്ക് വിമാനം കയറാൻ ഒരുങ്ങുമ്പോഴും തന്റെ ഉള്ളിലെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ അബു എടുത്ത ആ വലിയ തീരുമാനം ഏതൊരു മനുഷ്യന്റെയും കണ്ണു നിറയിക്കുന്നതാണ്. ഏതൊരു വലിയ തിരക്കഥയെയും തോൽപ്പിക്കുന്ന ജീവിതത്തിന്റെ ആഴമുള്ള സത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഈ വലിയ കഥയിലേക്ക് നമുക്ക് സാവധാനം നടന്നു നീങ്ങാം. മകൻ അബു. അസ്സലാമു അലൈക്കും. മലബാറിലെ ഈർപ്പമുള്ള മണ്ണും പച്ചപ്പും നിറഞ്ഞ ഒരു ഉൾനാടൻ ഗ്രാമത്തിന്റെ കഥയാണിത്. അങ്ങാടിയും ചെറിയ പള്ളിയും അവിടെയുള്ള മനുഷ്യരുടെ നന്മയും ഒക്കെ ചേർന്ന ഒരിടം. അവിടെയാണ് അബുവും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ഐഷുമ്മയും താമസിക്കുന്നത്. പ്രായം അവരുടെ ചർമ്മത്തിൽ ചുളിവുകൾ വീഴ്ത്തിയിട്ടുണ്ടാകാം, പക്ഷേ അവരുടെ മനസ്സിലെ ഒരേയൊരു ആഗ്രഹത്തിന് പുത്തൻ അത്തറിന്റെ അതേ തിളക്കമായിരുന്നു. വിശുദ്ധമായ മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക. ഒരു ആയുസ് മുഴുവൻ അബു ആ സ്വപ്നത്തിനു വേണ്ടിയാണ് മാറ്റിവെച്ചത്. തന്റെ പഴയ സൈക്കിളിൽ അത്തറും തസ്ബീമാലകളും മിസ്വാക്കുമൊക്കെ വെച്ച് അദ്ദേഹം ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ യാത്ര ചെയ്യും. വെയിലത്തും മഴയത്തും തളരാതെ അദ്ദേഹം നടന്നത് തന്റെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാനായിരുന്നു. അബുവിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു. ആരോടും കടം വാങ്ങിയോ സഹായം ചോദിച്ചോ ഈ പുണ്യയാത്ര പോകരുത്. തന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള, താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഓരോ നാണയത്തുട്ടുകളും മൺകുടത്തിൽ ശേഖരിച്ചു വെക്കുമ്പോൾ അബുവിന്റെ മനസ്സിൽ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. ഐഷുമ്മ തന്റെ ചെറിയ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് അബുവിനൊപ്പം ഓരോ രൂപയും കരുതി വെച്ചു. മകൻ വിദേശത്തുണ്ടായിട്ടും അവന്റെ പണം ഉപയോഗിക്കാൻ അബു തയ്യാറായില്ല. തന്റെ സമ്പാദ്യം ശുദ്ധമായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നീതി. പണം തികയാതെ വരുമ്പോൾ തന്റെ പറമ്പിലെ ഏക സമ്പാദ്യമായ വലിയ പ്ലാവ് വെട്ടിവിൽക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. പക്ഷേ അവിടെയും അബുവിന്റെ നന്മ നമുക്ക് കാണാം. പ്ലാവ് മുറിക്കാൻ വന്നവരോട് അതിലെ ചക്കകൾ പഴുത്തു തീരുന്നതുവരെ കാത്തിരിക്കാൻ അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയോടും ചുറ്റുമുള്ള ജീവജാലങ്ങളോടും അബു കാണിച്ച ആ സ്നേഹം ആ യാത്രയുടെ വിശുദ്ധി വർദ്ധിപ്പിച്ചു. യാത്രയ്ക്കുള്ള എല്ലാ രേഖകളും ശരിയായി. പാസ്പോർട്ടും വിസയും വിമാന ടിക്കറ്റുമൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ അബുവും ഐഷുമ്മയും സന്തോഷം കൊണ്ട് വിതുമ്പിപ്പോയി. പക്ഷേ ആ സന്തോഷത്തിനിടയിലും അബുവിന്റെ മനസാക്ഷി അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. താൻ സ്വരൂപിച്ച പണത്തിൽ അല്പം പോലും അശുദ്ധിയുണ്ടോ? പ്ലാവ് വിറ്റ പണത്തിൽ ആർക്കെങ്കിലും വിഷമമുണ്ടായോ? താൻ ആർക്കെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടോ? യാത്ര തിരിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഓരോ വീട്ടിലും പോയി കടങ്ങൾ തീർത്തു. തന്റെ അയൽക്കാരനായ ഇട്ടൂപ്പിനെ കണ്ട് യാത്ര ചോദിക്കുമ്പോൾ ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് വർഷങ്ങളുടെ സൗഹൃദവും സ്നേഹവുമായിരുന്നു. ഹജ്ജ് എന്നത് വെറുമൊരു യാത്രയല്ലെന്നും അത് മനസ്സിന്റെ പൂർണ്ണമായ ശുദ്ധീകരണമാണെന്നും അബു ഉറച്ചു വിശ്വസിച്ചു. യാത്രയുടെ തലേ ദിവസം അബു ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. പ്ലാവ് വിറ്റ പണത്തിന്റെ കാര്യത്തിൽ വന്ന ഒരു ചെറിയ ആശയക്കുഴപ്പം അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. മറ്റൊരാളുടെ പ്രയാസം തന്റെ പുണ്യയാത്രയിൽ ഒരു കറയായി മാറാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഒടുവിൽ ആയുസിന്റെ വലിയ സ്വപ്നം തൊട്ടടുത്തെത്തിയിട്ടും അബു ആ തീരുമാനമെടുത്തു. ഈ വർഷം താൻ പോകുന്നില്ല. വിമാനത്താവളത്തിലേക്ക് പോകേണ്ട വണ്ടിക്ക് പകരം പള്ളിയിലെ നമസ്കാരപ്പായയിലേക്കാണ് അദ്ദേഹം നടന്നത്. തന്റെ പണം പൂർണ്ണമായും ശുദ്ധമാണെന്ന് തനിക്ക് തോന്നുന്ന അന്ന് മാത്രമേ താൻ അവിടെ എത്താവൂ എന്ന് അബു ഉറപ്പിച്ചു. അബു ഹജ്ജിന് പോയില്ലായിരിക്കാം, പക്ഷേ തന്റെ സത്യസന്ധതയും ദൈവഭക്തിയും കൊണ്ട് അദ്ദേഹം തന്റെ മനസ്സിൽ ആ തീർത്ഥാടനം പൂർത്തിയാക്കിയിരുന്നു. ലൗകികമായ നേട്ടങ്ങളെക്കാൾ മനസാക്ഷിയുടെ വിശുദ്ധിക്കാണ് വിലയെന്ന് ആ വൃദ്ധൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നും ആ ഗ്രാമത്തിലെ കാറ്റിൽ അബുവിന്റെ അത്തറിന്റെ സുഗന്ധത്തോടൊപ്പം ആ വലിയ സത്യസന്ധതയുടെ മണവും തങ്ങി നിൽക്കുന്നു. അബുവിന്റെ ഈ വലിയ ജീവിതകഥ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെയുള്ള ഹൃദയസ്പർശിയായ കഥകൾ ഇനിയും കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. അബുവിന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ഞങ്ങളുടെ കരുത്ത്. അസ്സലാമു അലൈക്കും. ഓർമ്മകൾ പെയ്യുന്നൊരു നേരം, അത്തറിന്റെ ഗന്ധമുള്ളൊരു പുഞ്ചിരി, തുരുമ്പിച്ച സൈക്കിളിൽ കാലം
കരുതി വച്ചു ശുദ്ധമായൊരു പ്രാർത്ഥന. കാവ്യമാം മനസ്സിൻ്റെ തീർത്ഥയാത്ര, പാദങ്ങൾ നടന്നുപോയൊരു പാത, അകലെയാം വിശുദ്ധിയിലലിഞ്ഞവർ